കോഴിക്കോട് ബേപ്പൂരിനടുത്ത വെളിച്ചെണ്ണ മില്ലിൽ വൻ തീപിടുത്തം. മിനിറ്റ് കൊണ്ട് ഇത് ഇവിടെയൊക്കെ പിടിച്ച് അതിനും പിടിച്ച്. അപ്പൊ ഈ ഡീസൽ ഫുള്ള് പുറത്തേക്ക് പോയോണ്ട് ഫുള്ളായിട്ട് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്തു. 4 CR അടുത്ത് സാധനം. നമസ്കാരം. കോഴിക്കോട് ബേപ്പൂരിനടുത്ത വെളിച്ചെണ്ണ മില്ലിൽ വൻ തീപിടുത്തം. ഏതാണ്ട് 4 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് ബേപ്പൂരിനടുത്ത് വെസ്റ്റ് മാഹിയിൽ പ്രവർത്തിക്കുന്ന പോത്താഞ്ചേരി അശോകന്റെ ഉടമസ്ഥതയിലുള്ള രേണുക ഓയിൽ മിൽസിലാണ് ഇന്നലെ രാത്രി 10:30 മണിയോടുകൂടി വലിയ അളവിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായത്. വിറക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡ്രയർ ഇതിനകത്തുണ്ട്. അതിനകത്ത് നിന്നാണ് തീ പടർന്നു പിടിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് അനുമാനിക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ രാത്രി 10:30 മണിയോടുകൂടി സെക്യൂരിറ്റിയാണ് ആദ്യം തന്നെ ആ തീ പടർന്നു പിടിക്കുന്നത് കാണുന്നത്. തുടർന്ന് സെക്യൂരിറ്റി അതിന്റെ ഉടമസ്ഥരായിട്ടുള്ള ആളുകളെ വിളിച്ച് വിവരം അറിയിക്കുകയും തുടർന്ന് നാട്ടുകാരും ഇവിടെയുള്ള തൊഴിലാളികളും മറ്റും തീ അണയ്ക്കുന്നതിന് വേണ്ടി ശ്രമിച്ചെങ്കിലും അത് പൂർണ്ണമായും വിജയിപ്പിക്കാൻ വേണ്ടി സാധിച്ചില്ല. തുടർന്ന് മീഞ്ചന്തയിൽ നിന്നും മറ്റും അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തുകയായിരുന്നു. ഏറെ പണിപ്പെട്ടുന്ന രാവിലെയോട് കൂടിയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഏതാണ്ട് 4 കോടിയിൽ പരം രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് കണക്കാക്കുന്നത്. കാരണം ഓണമൊക്കെ വരുന്നതനുസരിച്ച് വനിതെന്ന് പ്രമാണിച്ച് ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ കൊപ്രയും മറ്റും സൂക്ഷിച്ചു വെച്ചിരുന്നു. അവയെല്ലാം തന്നെ തീപിടുത്തത്തിൽ നശിച്ചു പോയി എന്നുള്ളതാണ് ഉടമസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തിനായാലും സ്ഥാപനത്തിന്റെ ഉടമ അരുൺ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നു. 10 ഇപ്പോ ആണ് സംഭവിച്ചത്. ഡ്രയറിന്റെ കൊപ്ര ഉണക്കണ ഡ്രയറുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് തീ വന്നതെന്നാണ് സെക്യൂരിറ്റി പറയുന്നത്. ഞങ്ങൾ ഇവിടെ ഇല്ലേ, ഞങ്ങൾ ടൗണിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയാണ്. അത് വരണു ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് ഇവിടെയൊക്കെ പിടിച്ച്. ഏത് കേബിളിന് ഫുള്ള് പിടിച്ച്. അത് അവിടെ ഒരു വണ്ടി കത്തിക്കണ ഐഷർ, അതിനും പിടിച്ച്. അപ്പോൾ ഈ ഡീസൽ ഫുള്ള് പുറത്തേക്ക് പോയോണ്ട് ഫുള്ളായിട്ട് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്തു. ഒരു 4 CR അടുത്ത് സാധനം. ഒരു 80-90 ടണ്ണ് വെളിച്ചെണ്ണ ഉണ്ട്. ഒരു 150 ടണ്ണ് കൊപ്പറിന്റെ അടുത്തുണ്ട്. അതിനകത്ത് സാധനവും ഉണ്ട്. അതിന്റെ ഓണത്തിനനുസരിച്ച് ഓണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ 10-ാം തീയതിന്റെ ഉള്ളില് സാധനം ഫുള്ള് കൊടുക്കാനുള്ള അതൊക്കെ സ്റ്റോക്ക് ചെയ്ത് ബോക്സ് ആക്കിയുണ്ട്, പെട്ടിയാക്കിയുണ്ട്, ക്യാനാക്കിയുണ്ട്. എല്ലാ സാധനവും പോയി. ഇനി ഒന്നുമെന്ന് തുടങ്ങണം. ഇല്ല, അവിടെ ആരുമില്ല. ഇവര് വേറെ തന്നെ നിൽക്കണം. അവിടെ നിൽക്കണം. ആളെ ഭയമൊന്നുമില്ല. സെക്യൂരിറ്റിയാണ് ഞമ്മെ അറിയിച്ചത്. ഇന്നലെ രാത്രി 10:30 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ തീപിടുത്തം ആരംഭിക്കുന്നത്. ആ സമയത്ത് സെക്യൂരിറ്റി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. തൊഴിലാളികൾ എല്ലാവരും ഞായറാഴ്ച വൈകുന്നേരം ഒരു 6:30 മണിയോടുകൂടി തന്നെ സ്ഥാപനം അടച്ച ശേഷം തങ്ങളുടെ താമസ സ്ഥലത്തേക്ക്, അതും ഇതിനടുത്ത് തന്നെയാണ്, തങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോയിരുന്നു. തുടർന്ന് സെക്യൂരിറ്റി തീ കാണുകയും ഉടമസ്ഥരെ വിവരം അറിയിക്കുകയുമായിരുന്നു. എന്നാൽ അവരെല്ലാവരും എത്തുമ്പോഴേക്കും തീ ആളി പടർന്നു കഴിഞ്ഞിരുന്നു എന്നാണ് ഇതിന്റെ ഉടമ നമ്മളോട് വ്യക്തമാക്കുന്നത്. അവരേറെ പണിപ്പെട്ടെങ്കിലും അത് തീ പൂർണ്ണമായും അവർക്ക് അടയ്ക്കാനായി സാധിച്ചില്ല. തുടർന്ന് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തി. അവരും ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഇന്ന് രാവിലെയോടുകൂടിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കോടിക്കണക്കിന് രൂപയുടെ, ഉദ്ദേശം 4 കോടിയിൽ പരം രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് സ്ഥാപനത്തിന്റെ ഉടമ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഓണവും മറ്റും മുന്നിൽ കണ്ട് കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കൾ ഇതിനകത്ത് വാങ്ങിയിട്ടിരുന്നു. അവയെല്ലാം തന്നെ നശിച്ചു പോയിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിതുമ്പുന്ന ഉടമസ്ഥനെയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്.